Page number 315, illustration 3. From the following information, compute taxable income in the following situations. രണ്ട് സിറ്റുവേഷൻ തന്നിട്ട് 1 ഉം 2 ഉം. 2 അവിടെ നിൽക്കട്ടെ, സിറ്റുവേഷൻ 1 സോൾവ് ചെയ്യാം. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട് 2 ലക്ഷം. അതിൻ്റെ താഴത്ത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് നോക്കി ഒന്നുമില്ല, ഇല്ലെങ്കിൽ വേണ്ട. അടുത്തത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ, അതും എന്തില്ല, അതിൽ ഒറ്റ എമൗണ്ടും ഇല്ല. പിന്നുള്ളത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ആണ്. അപ്പോൾ എൻ്റെ ചോദ്യം, ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ്, ഈ ലോസ് ഉള്ള ഐറ്റമൊക്കെ നിങ്ങൾ അതൊക്കെ മൈനസ് ഫിഗറാണ്, മനസ്സിലാക്കണം കേട്ടോ. അത് പ്ലസ് ഫിഗർ അല്ല, മൈനസ് ഫിഗറാണ്. ഈ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുമോ? പറ്റും, അത് പറ്റും. അപ്പോൾ അത് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം, അതവിടെ നിൽക്കട്ടെ. പിന്നുള്ളത് ഒരു ബിസിനസ് ലോസ് ആണ്. ബിസിനസ് ലോസ് ഏതൊരു ഹെഡായിട്ടും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുമോ? ഉറക്കെ പറ. പറ്റും. ബിസിനസ് ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. സാലറി ഒഴികെ ഏത് ഹെഡായിട്ടും ഹൗസ് പ്രോപ്പർട്ടി സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. പക്ഷേ ഏത് പറ്റില്ല? ഈ ക്യാപിറ്റൽ ഗെയിനൊന്നും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. അപ്പോൾ പേജ് നിങ്ങൾ മറിച്ചിട്ട് ആൻസർ നോക്കുക ആദ്യം, ഈ ഒരു പാർട്ടിൻ്റെ മാത്രം. നമുക്കിവിടെ ശരിക്കും 2 കോളം വേണ്ടതാണ്, ഇവരൊരു കോളം വരച്ചെന്ന് മാത്രം കേട്ടോ. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 2 ലക്ഷം രൂപയാണ് ഉള്ളത്. അതൊന്ന് നമുക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. നിയമം സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നമ്മൾ ലെസ് ചെയ്തതാണ്. അത് നമ്മുടെ ഇഷ്ടത്തിന് കണ്ട ലോസൊക്കെ അവിടെ ഇവിടെ കുറയ്ക്കാൻ പറ്റില്ല. 60,000 കുറച്ചു, 1,40,40,000 ക്യാപിറ്റൽ ഗെയിൻ കിട്ടിയത് സെറ്റ് ഓഫിന് ശേഷം. പിന്നെ ഉള്ളത് ഒരു ബിസിനസ് ലോസ് ആണ്. ബിസിനസ് ലോസ് വേറെ ഏത് ഹെഡായിട്ടും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ട്, സാലറി പറ്റില്ല കേട്ടോ, സാലറി ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആ ബിസിനസ് ലോസ് ഈ നേരത്തെ പറഞ്ഞ ക്യാപിറ്റൽ ഗെയിൻ 1,40,40,000 70,000 കുറച്ചപ്പോൾ 70,000 ഇയാളുടെ ടോട്ടൽ ഇൻകം. ഓക്കെ, അയാളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം 70,000. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, ക്വസ്റ്റ്യൻ വീണ്ടും മറക്കി ബാക്കിലേക്ക്. രണ്ടാം സിറ്റുവേഷനിൽ അയാൾക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഇല്ല. പിന്നെ എന്തുണ്ട്? ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ഉണ്ട് 3 ലക്ഷം, ഒരു മൈനസ് ഫിഗറാണ് 3 ലക്ഷം. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട് 1,20,000. അപ്പോൾ എൻ്റെ ചോദ്യം, ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പാടില്ലേ? പാടില്ല. ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ മാത്രമായിട്ടേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഐറ്റം -3 ലക്ഷം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം അവിടെ കെടുക്കും. അങ്ങനെ ഇന്നർ കോളത്തിലൊക്കെ എടുക്കേണ്ടത് ശരിക്കിട്ടാ. ഇത് ഔട്ടർ കോളത്തേക്ക് ഇടാൻ പറ്റുന്ന ഒരു ഐറ്റം അല്ല. കുറേ ഇൻകം വേറെ ഉണ്ടെങ്കിൽ ഇന്നർ കോളത്തിൽ -3 ലക്ഷം പറഞ്ഞത് അവിടെ തന്നെ കെടുക്കും. ഇനി അടുത്ത കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ 1,20,000 ഉണ്ട്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ഒന്നുമില്ല. ബിസിനസ് ലോസ് 90,000. ബിസിനസ് ലോസ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുമോ? പറ്റും. പറ്റും എന്നത് കൊണ്ട് ആ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ലെസ് ബിസിനസ് ലോസ് 90,000. അപ്പോൾ 30,000 അയാളുടെ ടോട്ടൽ ഇൻകം. മനസ്സിലായില്ലേ? ഈ ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? അപ്പോൾ അതവിടെ വയ്ക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കമ്പ്യൂട്ട് ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് രാഗ ഫോർ അസസ്മെൻറ്റ് ഇയർ 2020-21. സാലറി കമ്പ്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ, എന്തൊരു ഐറ്റം കമ്പ്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ അവരെല്ലാ കാര്യവും കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അവർ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറച്ചുണ്ടാവും, എംപ്ലോയ്മെൻറ്റ് ടാക്സ്, എൻ്റർടൈൻമെൻറ്റ് എല്ലാം ചെയ്തിട്ടുള്ള ബാക്കി എമൗണ്ടാണ് 4 ലക്ഷം. അതവിടെ ഇരിക്കട്ടെ. ഇനി ഏതൊക്കെ ഹെഡ് ഉണ്ട് നോക്കാം. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, അത് ഇൻകം തന്നെയാണ്, ലോസ് ഒന്നല്ല. ബിസിനസ് ലോസ് ഉണ്ട് 2,20,000. ആദ്യം ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട് 2,40,000. ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ഉണ്ട് 30,000. ലോസ് ഫ്രം സ്പെസിഫൈഡ് ബിസിനസ് അണ്ടർ സെക്ഷൻ 35AD 50,000. ഒരു കാര്യം നമുക്ക് തീർച്ചയാണ്, ലോസ് ഫ്രം സ്പെസിഫൈഡ് ബിസിനസ് അണ്ടർ 35AD. സ്പെസിഫൈഡ് ബിസിനസ്സിന് ലോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ സ്പെസിഫൈഡ് ബിസിനസ്സിൻ്റെ ഇൻകം ആയിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ എന്തില്ല? സ്പെസിഫൈഡ് ബിസിനസ്സിനൊരു ഇൻകം ഇല്ല. ഇല്ലാത്തതുകൊണ്ട് ഇത് ഇന്നർ കോളത്തിൽ മൈനസ് ഫിഗറായിട്ട് അത് അവിടെ തന്നെ കിടക്കും. അത് തീരുമാനമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ബാക്കിയുള്ള കാര്യം നോക്കാം. ഇവിടെ 2 ലോസ് അവിടെ ഉള്ളത്. ബിസിനസ് ലോസും ഉണ്ട്, ഷോർട്ട് ടേം ലോസും ഉണ്ട്. അപ്പോൾ എത്ര നഷ്ടം നോക്കുക? 2 ലോസ് ഉള്ളത്. ബിസിനസ് ലോസ് ഉണ്ട്. അതിൽ ബിസിനസ് ലോസ് നമുക്കറിയാം എന്ത് ചെയ്യാം, വേറെ ഏത് ഹെഡായിട്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഷോർട്ട് ടേം ലോസ് ഏതായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടാണ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നല്ലെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ, അല്ലെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ മാത്രമായിട്ട്. ഒരിക്കലും അത് സാലറി ആയിട്ടോ ഹൗസ് പ്രോപ്പർട്ടി ആയിട്ടോ ബിസിനസ് ആയിട്ടോ സെറ്റ് ഓഫ് ചെയ്യില്ല നമ്മൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എഴുതുന്നു. മനസ്സിലായില്ലേ? ഫസ്റ്റ് ആയിട്ട് നമ്മൾ സാലറി എഴുതി, ഔട്ടർ കോളത്തേക്ക് 4 ലക്ഷം എഴുതി. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, നിങ്ങൾക്ക് ബസ് സ്റ്റാൻഡിൽ നിങ്ങൾ അരമണിക്കൂർ നിങ്ങൾ ആരെയും കാത്തിരുന്നു അവിടെ?
ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 2,00,000 എത്രയാ? 40,000 അല്ലേ? 2,40,000 നമ്മൾ എവിടെ എഴുതി? ഇന്നർ കോളത്തിൽ എഴുതി. ആ ഇന്നർ കോളത്തിൽ എഴുതിയതിന് ശേഷം ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് മൈനസ് ചെയ്യുക അല്ലേ? അതല്ലേ ചെയ്യേണ്ടത്? സംശയമുണ്ടോ? ഇല്ല. ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് 30,000 നമ്മൾ മൈനസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2,10,000 കിട്ടി. അത് എന്ത് തന്നെയാണ്? നമ്മുടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആട്ടാ. അതിനൊരു പേര് എഴുതാൻ നിശ്ചയില്ലാണ്ട് നിങ്ങൾ അവിടെ ഇടേണ്ട ആവശ്യമില്ല. അത് എന്ത് തന്നെയാണ്? നമ്മുടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. കാരണം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്നാണ് നമ്മൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് മൈനസ് ചെയ്തത്. അത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 2,10,000. അതിന് നമുക്ക് എന്ത് കുറയ്ക്കാനുള്ള അധികാരമുണ്ട്? നമ്മുടെ ബിസിനസ് ലോസ് 2,20,000 കുറയ്ക്കാനുള്ള അധികാരം നമുക്കുണ്ട്. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ ഇവിടെ എത്രയുള്ളൂ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ? 2,10,000 ഉള്ളൂ. ശ്രദ്ധിക്കണം, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ മൈനസ് ചെയ്തപ്പോൾ വന്ന എമൗണ്ട് വെറും 2,10,000 ഉള്ളൂ. നമുക്ക് 2,20,000 കുറയ്ക്കണം. അപ്പോൾ വീണ്ടും അവിടെ എന്ത് വന്നു? ഒരു 10,000 രൂപ ഷോർട്ട് എന്താ വന്നത്? ബിസിനസ് ലോസ് ഒരു 10,000 കൂടി മൈനസ് ഫിഗർ വന്നു. അപ്പോൾ അത് നമുക്ക് എന്തെന്ന് കുറയ്ക്കാം? വേറെ ഏതെങ്കിലും ഒരു ഇൻകം ഉണ്ടെങ്കിൽ ആ ഇൻകത്തിൽ നിന്ന് കുറയ്ക്കാം. ശ്രദ്ധിക്കണം, നല്ലോണം ശ്രദ്ധിക്കണം. ഇതൊന്നും ടെക്സ്റ്റ് ബുക്കിൽ ഒറ്റയ്ക്ക് കാണുമ്പോൾ മനസ്സിലാവില്ലല്ലോ. നമ്മൾ 2,10,000 കുറച്ച് ഉപയോഗിക്കും. പക്ഷെ ആ 10,000 അവിടെ ബിസിനസ് ലോസ് 10,000 ബാക്കിയുണ്ട്. ആ 10,000 ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ള അധികാരമുണ്ട്? ഇത് ബിസിനസ് ലോസ് ആയതുകൊണ്ട് ഔട്ടർ കോളത്തേക്ക് നിങ്ങൾ -10,000 ഇട്ട വിരോധമില്ല. കാരണം വേറെ ഏത് ഹെഡായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്നതാ? എക്സെപ്റ്റ് സാലറി. സാലറി മാത്രമേ ഉള്ളൂങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല? 10,000 ഔട്ടർ കോളത്തേക്ക് ഇടാൻ പറ്റില്ല. ഇവിടെ എന്തും കൂടി ഉണ്ട്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട് കേട്ടാ. ഹൗസ് പ്രോപ്പർട്ടി ആയിട്ട് എന്ത് ചെയ്യുക? ബിസിനസ് ലോസ് സെറ്റ് ഓഫ് ചെയ്യുക. അതുകൊണ്ട് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 70,000 നിന്ന് ബാക്കി നിൽക്കുന്ന ബിസിനസ് ലോസ് 10,000 കുറച്ചിട്ട് ഔട്ടർ കോളത്തേക്ക് 60,000 ഇട്ടു. അപ്പോഴാണ് നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം 4,60,000 രൂപ കിട്ടിയത്. മനസ്സിലായ? അപ്പോൾ ഇതാണ് എന്ത്? ഇനി ഈ പ്രോബ്ലത്തിൽ നമ്മോട് ചോദിച്ചേക്കുന്നത് ഗ്രോസ് ടോട്ടൽ ഇൻകം. അപ്പോൾ നമുക്ക് ഇതൊക്കെ കൂടി ആഡ് ചെയ്തിട്ട് 4,60,000 രൂപ പ്രോബ്ലത്തിൽ കാണിക്കണ്ടോ? സമ്മതിച്ചു. ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യായിരുന്നു. ലോസ് ഫ്രം സ്പെസിഫൈഡ് ബിസിനസ് ഇൻകം, സ്പെസിഫൈഡ് ബിസിനസ് പറഞ്ഞിട്ട് ഇന്നർ കോളത്തിൽ എന്തിടുക? ആ -50,000 ഇടുകയാണ് ആ ചോദ്യത്തിൻ്റെ ഭംഗി. കാരണം അത് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റാത്ത ഐറ്റാണ്. അപ്പോൾ അത് ഇന്നർ കോളത്തിൽ -50,000 ഇടുക. സോ page number 317, carry forward of losses. Loss from house property. The unabsorbed loss from house property shall be carried forward and set off in the subsequent assessment years up to a maximum of 8 assessment years against the income from house property. House property ഒരു ഹെഡിൽ നമുക്കൊരു നഷ്ടം വന്നു കഴിഞ്ഞാൽ ആ നഷ്ടം നമുക്ക് എന്ത് ചെയ്യുക? ക്യാരി ഫോർവേഡ് ചെയ്യുക അടുത്ത കൊല്ലം പിറ്റത്തെ കൊല്ലത്തേക്കായിട്ട്. അങ്ങനെ എത്ര കൊല്ലം വരെ ക്യാരി ഫോർവേഡ് ചെയ്യുക? 8 അസസ്മെൻറ്റ് ഇയർ വരെ. ആ നഷ്ടം മുഴുവൻ നികക്കണ വരെ 8 കൊല്ലത്തേക്കായിട്ട് ക്യാരി ഫോർവേഡ് ചെയ്യുക. അപ്പോൾ 8 എന്നുള്ള ഇത് അണ്ടർലൈൻ ചെയ്യേ, 8 അസസ്മെൻറ്റ് ഇയർ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യുക. ഇത് തിയറി ക്വസ്റ്റ്യൻ ആണ്. ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ലോസ് എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും തിയറി ചോദിക്കണം. 4 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇനി ലോസ് ഫ്രം ബിസിനസ്. ബിസിനസ്സിൽ ലോസ് ഉണ്ടായ മാക്സിമം 8 അസസ്മെൻറ്റ് ഇയേഴ്സിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇമീഡിയറ്റ്ലി സക്സീഡിങ് ദി അസസ്മെൻറ്റ് ഇയറിലേക്ക് അത് സെറ്റ് ഓഫ് ചെയ്യാം. 8 കൊല്ലം. അപ്പോൾ ബിസിനസ്സും തന്നെയാണ് 8 കൊല്ലത്തേക്ക് സെറ്റ് ഓഫ് ചെയ്യുക. ഹൗസ് പ്രോപ്പർട്ടി 8 വർഷത്തേക്ക് സെറ്റ് ഓഫ് ചെയ്യുക. അങ്ങനെ സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ കുറച്ച് കണ്ടീഷൻസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ബിസിനസ് ലോസസ് ക്യാൻ ബി അഡ്ജസ്റ്റഡ് ഓൺലി അഗെയിൻസ്റ്റ് ബിസിനസ് ഇൻകം ഓഫ് സബ്സിക്വൻറ്റ് ഇയർ. ഈ കൊല്ലത്തെ ബിസിനസ് ലോസ് ഇനി വരണ കൊല്ലങ്ങളിലെ ബിസിനസ് ഇൻകം ആയിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പാടുള്ളൂ. രണ്ടാമത്തെ, ബിസിനസ് ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് എ ലോസ് ഇസ് ഇൻകേർഡ് മേ ഓർ മേ നോട്ട് ബി കണ്ടിന്യൂഡ്. That means loss can be set off even if the business in respect of loss was originally computed is not carried on by in the previous year in which such loss is sought to be carried forward and set off. Sentence ഭയങ്കര വലുതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കൊല്ലം എനിക്ക് 2-4 ബിസിനസ്സുള്ള ആളാണെന്ന് വിചാരിക്കും. അപ്പോൾ എന്ന് പറഞ്ഞ ബിസിനസ് ഞാൻ ഈ വർഷം എനിക്ക് നഷ്ടം വന്നു. പക്ഷേ അടുത്ത കൊല്ലം എനിക്ക് എന്തില്ല, എന്ന് പറഞ്ഞ ബിസിനസ്സിൽ ഞാൻ നഷ്ടമായിപ്പോൾ നിർത്തി. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യുക? അടുത്ത കൊല്ലം വേറെ ബിസിനസ് ഉണ്ടെങ്കിൽ ആ ബിസിനസ്സിൽ എനിക്കായിട്ട് എനിക്ക് സെറ്റ് ഓഫ് ചെയ്യാം. There is no problem.
Okay, loss can be set off only by the assessee who has incurred the loss. But in case of inheritance, amalgamation, succession or demerger, this rule is not applicable. സാധാരണ ഒരു അസസിക്ക് ലോസ് വന്നാൽ അയാൾ തന്നെയാണ് ഇറ്റ് ക്യാൻ ബി സെറ്റ് ഓഫ് ഓൺലി ബൈ ദി അസസി ഹു ഹാസ് ഇൻകേർഡ് ലോസ്. എനിക്കാണോ നഷ്ടം വന്നത് ഞാൻ തന്നെയാണ് അത് എന്ത് ചെയ്യേണ്ടത് സെറ്റ് ഓഫ് ചെയ്യേണ്ടത് എൻ്റെ ഇൻകം ആയിട്ട്. പക്ഷേ അമാൽഗമേഷനിലും ഡിമർജറിലും സക്സഷനിലും മാത്രം വ്യത്യാസമുണ്ട്. ഇനി നമ്മൾ എന്ത് പഠിക്കുന്നില്ല, അമാൽഗമേഷൻ്റെയോ കമ്പനിയുടെയോ ഒന്നും ലോ പഠിക്കില്ല. അതൊക്കെ ഇതേപോലൊരു പുസ്തകം തന്നെയാണ്. കമ്പനി ലോയുടെ ഇൻകം ടാക്സ് കാൽക്കുലേഷൻ പറഞ്ഞാൽ ഇതിനപ്പുറം ഉള്ള അത്രയും വലിയ കാര്യം അത് നമ്മൾ പഠിക്കില്ല. നമ്മൾ ഈ സെൻറ്റൻസ് മാത്രം നോക്കിയാൽ മതി. ലോസ് ഫ്രം സ്പെക്കുലേഷൻ ബിസിനസ്. സ്പെക്കുലേഷൻ ലോസ് ക്യാൻ ബി ക്യാരി ഫോർവേഡ് ഫോർ എ മാക്സിമം പീരീഡ് ഓഫ് 4 അസസ്മെൻറ്റ് ഇയേഴ്സ് ടു ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ഓൺ സ്പെക്കുലേഷൻ ബിസിനസ്. സ്പെക്കുലേഷനിൽ നഷ്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്പെക്കുലേഷൻ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റായിട്ട് ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുവരാം. എത്ര വർഷത്തേക്ക്? 4 വർഷം. ആദ്യം പഠിച്ച 2 ഹെഡ് ഹൗസ് പ്രോപ്പർട്ടി ബിസിനസ്സും 8 വർഷത്തേക്ക്, സ്പെക്കുലേഷൻ ബിസിനസ്സിൻ്റെ നഷ്ടം 4 വർഷത്തേക്ക്. 4 അണ്ടർലൈൻ ചെയ്യേ. അടുത്തത് സ്പെസിഫൈഡ് ബിസിനസ്. ആ ബിസിനസ് ഓർ പ്രൊഫഷൻ ലെസൻ്റെ ഏറ്റവും അവസാനം പഠിച്ചിട്ട് സ്പെസിഫൈഡ് ബിസിനസ് ഇട്ടാ കോൾഡ് സ്റ്റോറേജ് വെയർ ഹൗസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ക്യാൻ ബി ക്യാരി ഫോർവേഡ് ടിൽ ഇറ്റ് ഈസ് ഫുള്ളി സെറ്റ് ഓഫ്. എത്ര വർഷം വേണമെങ്കിൽ നിങ്ങൾ എടുത്തോളൂ, എന്നാണോ അത് മുഴുവൻ അവസാനിക്കുന്നത് ആ കൊല്ലം വരെ നിങ്ങൾക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ക്യാൻ ബി ക്യാരിഡ് ഫോർവേഡ് ഫോർ 8 അസസ്മെൻറ്റ് ഇയേഴ്സ്. ഓക്കെ, അത് 8 കൊല്ലം. ലോങ് ടേം ക്യാപിറ്റൽ ലോസ് 8 അസസ്മെൻറ്റ് ഇയേഴ്സ്. ഓണിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ഹോഴ്സ് റേസ്, സച്ച് ലോസ് ക്യാൻ ബി ക്യാരി ഫോർവേഡ് ഫോർ 4 അസസ്മെൻറ്റ് ഇയർ. അപ്പോൾ ഏതൊക്കെ നമ്മൾ 4 പഠിച്ചത്? സ്പെക്കുലേഷൻ ബിസിനസ്സും ഹോഴ്സ് റേസും 4 ആണ്. സ്പെക്കുലേഷനും ഹോഴ്സ് റേസും 4. സ്പെസിഫൈഡ് ബിസിനസ് ഫുള്ളി സെറ്റ് ഓഫ് ചെയ്യണവരെ. ബാക്കിയുള്ളതെല്ലാം ഷോർട്ട് ടേമും ലോങ് ടേമും ബിസിനസ്സും ഹൗസ് പ്രോപ്പർട്ടി 4 എണ്ണം 8 കൊല്ലം. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, ഡിസ്കണ്ടിന്യൂഡ് ബിസിനസ്. ലോസ് ഓഫ്, അടുത്ത പേജിൽ നിങ്ങൾ നോക്കുക, ലോസ് ഓഫ് ഡിസ്കണ്ടിന്യൂഡ് ബിസിനസ്. അത് നിർത്തിയിട്ടുള്ള ബിസിനസ് ആണെങ്കിൽ അതെന്ത് ചെയ്യുക, അത് 8 കൊല്ലത്തേക്കായിട്ട് അതും സെറ്റ് ഓഫ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇന്ന്